അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ചിലപ്പോൾ ഡ്രൈവ് ചെയ്യണ സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കൊരു റൂട്ട് അറിയില്ല, അല്ലെങ്കിൽ നമുക്കൊരു ലൊക്കേഷനിലേക്ക് പെട്ടെന്ന് തന്നെ നാവിഗേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി സൈഡാക്കിയിട്ട് വേണമല്ലോ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനും, നമുക്ക് ഏത് ലൊക്കേഷനിലേക്കാണോ പോകേണ്ടത് അതെല്ലാം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നാവിഗേഷൻ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് വോയിസ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലെ ഒരു ഫീച്ചർ വഴി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് സാംസങ്ങിൻ്റെ ഫോണിലാണ്. അപ്പോൾ ഓരോ ഫോണിലും വോയിസ് റെക്കഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു രീതി വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ സാംസങ്ങിൻ്റെ ഫോണിലാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഒരു സെൻറ്റർ ബട്ടൺ ഉണ്ടല്ലോ, ആ സെൻറ്റർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഒരു 2-3 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഓപ്പൺ നാവിഗേഷൻ. ഇപ്പം നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും, ഞാൻ ആ ഒരു കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നാവിഗേഷൻ ഫോൺ തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നൊരു പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഈ ഒരു സെൻറ്റർ ബട്ടൺ, ഇതാണ് നമ്മുടെ മാപ്പ് വരുന്നത്, ഇത് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു സെൻറ്റർ ഐക്കൺ, ഈ ഒരു സെൻറ്റർ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക. എന്നിട്ട് പറയുക ഓപ്പൺ നാവിഗേഷൻ എന്ന കമൻറ്റാണ് നമ്മൾ പറയേണ്ടത്. ഓപ്പൺ നാവിഗേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാവിഗേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ലൊക്കേഷനിലേക്കാണോ പോകേണ്ടത് ആ ഒരു ലൊക്കേഷൻ നമ്മൾ ഇതിനകത്ത് പറയണം. അത് പറയാനുള്ളൊരു മൈക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഈ കാണുന്നതാണ് മൈക്കിൻ്റെ ഓപ്ഷൻ. അത് ഒരു തവണ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ആ ഒരു സ്ഥലത്തിന് മുന്നേ ആയിട്ട് നാവിഗേറ്റ് ടു നമുക്ക് പോകേണ്ട സ്ഥലം. ഓക്കെ, ഇപ്പോൾ എനിക്ക് ദുബായ് മാളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ എന്താണ് പറയുന്നത്, നാവിഗേറ്റ് ടു ദുബായ് മാൾ. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ മൈക്കിൽ ക്ലിക്ക് ചെയ്യാം. നാവിഗേറ്റ് ടു ദുബായ് മാൾ. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 18 മിനിറ്റാണ് ദുബായ് മാളിലേക്കുള്ള ദൂരം, 17 കിലോമീറ്റർ ഉണ്ട്. 11:26 നമ്മളവിടെ എത്തുന്നതാണ് ഗൂഗിൾ കാണിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള നാവിഗേഷൻ കണ്ടോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് വണ്ടി ഓടിക്കുന്ന രീതിയിൽ, വണ്ടി ഡ്രൈവ് ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു നാവിഗേഷൻ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി ഈ ഒരു കമ്പ്യൂട്ടർ പറയുന്ന ഈ ഒരു സൗണ്ട് നമുക്ക് കേട്ടുകൊണ്ട് ഓടിക്കാനാണെങ്കിൽ ഈ ഒരു സ്പീക്കറിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ മ്യൂട്ട് ചെയ്യാനും നമുക്കുള്ള വാണിംഗ് തരാനും സൗണ്ട് ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഇതിനകത്ത് സൗണ്ടോ കാര്യങ്ങളൊന്നും കേൾക്കില്ല. നമ്മൾ പറയുമ്പോൾ നാവിഗേറ്റ് ചെയ്യുമ്പോൾ സൗണ്ടോ കാര്യങ്ങളോ ട്രെയിനിങ്ങിലൊന്നും പറയില്ല. അപ്പോൾ നമ്മൾ ഈ സൗണ്ട് ഇങ്ങനെ ഈ ഒരു ഓപ്ഷനിൽ ഓണാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു കറക്റ്റ് ടേണിങ് ആണിന് മുന്നേ തന്നെ ആ ഒരു നാവിഗേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് വോയിസ് കമാൻഡ് വഴി അറിയാനും സാധിക്കും. അപ്പം ഇങ്ങനെ ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു നാവിഗേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യാതെ നമുക്ക് ഓപ്പൺ ആക്കുന്ന ഒരു രീതി. അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.